തൃശ്ശൂർ പൂരം അടിച്ച് കലക്കി. തൃശ്ശൂർ പൂരം കലക്കി ഹൈന്ദവ വികാരമുണ്ടാക്കി BJPയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം അവരുണ്ടാക്കി കൊടുത്തു. BJP ഒരു കാര്യം അറിയണം, ജനങ്ങളിപ്പോൾ തിരിച്ചറിയണം, അവർ ഹിന്ദുക്കളുടെ സംരക്ഷകരല്ല. ഉത്സവം അടിച്ചു പൊളിച്ചും CPMവുമായിട്ട് ബന്ധമുണ്ടാക്കിയും എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന, തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഈ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ നിന്നുകൊടുത്ത ആളുകളാണ് BJPക്കാർ. ന്യൂനപക്ഷ സംരക്ഷകരായി ചമയുന്ന CPM BJPയുമായി ചേർന്ന് തൃശ്ശൂർ പൂരം അടിച്ചു കലക്കി തൃശ്ശൂരിൽ BJPയെ ജയിപ്പിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ്. ഈനാമ്പച്ചിയും മരപ്പട്ടിയും കൂട്ടെന്ന് പറയുന്നത് പോലെ ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇതൊരാളും നിഷേധിച്ചിട്ടില്ല. ഇന്നലെ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബലെ അഡീഷണൽ DGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സന്ദർശിച്ചു എന്ന് ഞാനാണ് ആരോപണം ഉന്നയിച്ചത്. ഇതുവരെ ഒരാളും നിഷേധിച്ചില്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു തൃശ്ശൂരിലുള്ള BJP നേതാവ് പറഞ്ഞത് RSS നേതാക്കൾ എല്ലാവരെയും കാണുമെന്നാണ്. നിഷേധിക്കുകയല്ല ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അഡീഷണൽ DGPയുടെ ഭാഗത്ത് ആരും ഇതുവരെ നിഷേധിച്ചില്ല. നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ചോദ്യം നിൽക്കുന്നു, എന്തിനാണ് മുഖ്യമന്ത്രി ഈ അജിത് കുമാറിനെ, ഈ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു വിട്ടത്? തൃശ്ശൂർ ജയിപ്പിച്ചോളാം, സഹായിക്കാം എന്ന അഷുറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അജിത് കുമാർ പോയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അജിത് കുമാറിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ തൃശ്ശൂർ പൂരം അടിച്ച് ഇവർ കലക്കിയത്. അപ്പോൾ ജയിക്കാൻ വേണ്ടി എന്ത് നടപടിയും, കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത രണ്ട് കൂട്ടരായിട്ട് ഇവർ മാറി. ഇവർ ഒരുമിച്ചാണ് ഇവരുടെ യാത്ര. ഇവർ ഭൂരിപക്ഷത്തെയും ഒരു വിഭാഗവും ന്യൂനപക്ഷങ്ങളെ മറ്റൊരു വിഭാഗവും കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. അത് കേരളത്തിലെ ജനങ്ങളത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗവൺമെൻറ് എന്താണ് പ്രവർത്തിക്കുന്നത്? ഓണക്കാലമാണ്, ഓണച്ചന്തകൾ തുടങ്ങുകയാണ്. ചരിത്രത്തിൽ കേട്ട് കഴിവേണ്ട, ഓണച്ചന്ത തുടങ്ങുമ്പോൾ സാധനങ്ങളുടെ വില കൂട്ടിയത്. എന്തിനാണ് ഓണച്ചന്ത തുടങ്ങുന്നത്? ഓണക്കാലത്ത് ഫെസ്റ്റിവൽ സീസണിൽ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാവും. ആ വിലക്കയറ്റം തടയാൻ മാർക്കറ്റിൽ ഇൻ്റർവെൻഷൻ നടത്തുകയാണ് സപ്ലൈക്കോ ഓണച്ചന്തകൾ തുടങ്ങിയിട്ട്. അപ്പോൾ മാർക്കറ്റിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓണച്ചന്ത തുടങ്ങുന്ന സർക്കാർ വില എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെ എസൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ വില ഉയർത്തിക്കൊണ്ട് ഓണച്ചന്ത തുടങ്ങുന്നത് കേരളത്തിൽ ആദ്യമാണ്. മന്ത്രി പറഞ്ഞാൽ എന്താ, വിലയുടെ കാര്യം നോക്കണ്ട, സാധനം കിട്ടിയാന്ന് നോക്കിയാൽ മതി. വിചിത്രമായ വാദമാണ്. വില നോക്കണ്ട, വില കുറച്ചിട്ടാണ് വിൽക്കേണ്ടത്. അപ്പോഴാണ് മാർക്കറ്റിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഫെസ്റ്റിവൽ സീസണിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. വില കൂട്ടിക്കൊണ്ട് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്ന ഇതുപോലത്തെ സർക്കാരിനെ ഈ കേരളം ഇതുവരെ കണ്ടിട്ടുണ്ട്. എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് ഈ സംസ്ഥാനത്തുള്ളത്. എന്നിട്ട് കേരളത്തിലെ ഓണച്ചന്തകളിൽ എത്ര സ്ഥലത്ത് ഈ 13 എസൻഷ്യൽ കമ്മോഡിറ്റി ഉണ്ട്. ആയിരക്കണക്കിന് കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈക്കോയ്ക്ക്. 150 കോടി രൂപയാണ് ഇപ്പോൾ കൊടുത്തത് ഓണമായിട്ട് പോലും. അപ്പോൾ ഓണക്കാലത്ത് വില വർദ്ധിക്കാൻ, മാർക്കറ്റിൽ വില വർദ്ധിപ്പിക്കാൻ ഉള്ള സാഹചര്യം തന്നെ ഇവർ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. സപ്ലൈക്കോ തന്നെ നേരത്തെ പറഞ്ഞു വില വർധനവിനുള്ള സാധ്യതയുണ്ടെന്ന്. എന്നിട്ട് സപ്ലൈക്കോ നടത്തുന്ന ഓണച്ചന്തയിൽ വില വർദ്ധിപ്പിക്കുക. ഇതാണ് ഇവരുടെ ഭരണം. ഇതാണ് ഇവർ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരത. അതിനിടയിലാണ് ഇവർ ഈ ഭരണത്തിൻ്റെ മറവിൽ, അധികാരത്തിൻ്റെ മറവിൽ ചെയ്യുന്ന എല്ലാ കുൽസിത പ്രവർത്തികളും, കൊലപാതകം തൊട്ട് സ്വർണം പൊട്ടിക്കൽ വരെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ തനിനിറം പുറത്ത് കാണിക്കും. ഞങ്ങൾ ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. നാളെ സെക്രട്ടേറിയറ്റിലേക്ക് KPCCയുടെ നേതൃത്വത്തിൽ മാർച്ചുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാഫിയകളെ മുഴുവൻ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.